അന്ന് കൃത്യമായി പറഞ്ഞാൽ ജൂൺ 18, 2026 പൂനെയിലെ ലോഗഡ് ഫോർട്ടിലാണ് ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത്. അന്നത്തെ ദിവസത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 33 ഡിഗ്രി ചൂടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചൂടിനെ പ്രതിരോധിക്കാവുന്ന രീതിയിലുള്ള കോസ്റ്റ്യൂമൊക്കെ ധരിച്ചിട്ടായിരുന്നു ആളുകൾ അന്നത്തെ ദിവസം ആ ഒരു ഫോർട്ടിൽ ട്രക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അന്നത്തെ ദിവസം ഒരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ വലിയ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ച് ആളുകൾ മാത്രമേ അന്ന് ആ ഒരു ഫോർട്ട് കയറുന്നുണ്ടായിരുന്നുള്ളൂ. അവരിൽ 2 പേരുണ്ടായിരുന്നു. ഒരാളുടെ പേര് കേതൻ അഗർവാൾ എന്നായിരുന്നു. 26 വയസ്സായിരുന്നു ആളുടെ പ്രായം. പൂനെയിൽ തന്നെ വലിയ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ മുതലാളിയുടെ മകനായിരുന്നു ആ പയ്യൻ. അതേപോലെ തന്നെ ആ പയ്യൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ആളുടെ ഫിയാൻസി ആയിരുന്നു. സിയ ഗോയൽ എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. 20 വയസ്സായിരുന്നു ആ പെൺകുട്ടിയുടെ പ്രായം. അങ്ങനെ അവരങ്ങനെ ഒരു ഫോർട്ട് കയറുകയാണ്. ആ ഒരു ഫോർട്ടിൻ്റെ മുകളിലൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂ ആണ്. ഏകദേശം 400 അടി മുകളിലൊക്കെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടുന്ന് താഴോട്ട് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആളെ നോക്കണ്ട, എന്നാൽ അവിടുന്ന് നല്ല വിഷ്വലാണ്. അപ്പോൾ അതായിരുന്നു ഇവരുടെ 2 പേരുടെയും ലക്ഷ്യം. എന്നാൽ അവരുടെ പിന്നാലെ കേതൻ അറിയാതെ വേറൊരാൾ കൂടെ വരുന്നുണ്ടായിരുന്നു. ആള് ആ ഒരു ചൂടിലും ഹുഡിയൊക്കെ ധരിച്ചിട്ട് മുഖത്ത് മാസ്കൊക്കെ ഇട്ടിട്ടായിരുന്നു ആളുടെ പിന്നാലെ പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവരങ്ങനെ ആ ഒരു വ്യൂ പോയിന്റിൻ്റെ അവിടെ എത്തി. കുറച്ചു നേരം കഴിഞ്ഞു. അതിനുശേഷം സിയയുടെ കരച്ചിൽ കേട്ടിട്ടാണ് അവിടെ ഉണ്ടായിരുന്ന ഗാർഡ്സും അതേപോലെ അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ആളുകളും അങ്ങോട്ട് ഓടിക്കൂടുന്നത്. അവിടെ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയിൽ കേതൻ അഗർവാൾ എന്ന് പറയുന്ന ആ ഒരു പയ്യൻ നിലത്ത് വീണു എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ പെൺകുട്ടി അവിടെ കിടന്ന് കരയുന്നുണ്ടായിരുന്നത്. ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഈ ഒരു സിയയുടെ ബർത്ത്ഡേ ആയിരുന്നു. ആ ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു അവർ 2 പേരും അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. അതൊരു റൊമാൻറ്റിക് ട്രിപ്പ് തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇത്തരത്തിലുള്ളൊരു ട്രാജഡി സംഭവിച്ചത്. അതൊരു ആക്സിഡൻ്റൽ ഡെത്ത് ആയിട്ട് തന്നെയായിരുന്നു ആദ്യ സമയത്ത് പോലീസുകാരെല്ലാവരും തന്നെ കരുതിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു കേതൻ്റെ ഫാമിലിക്ക് അത് അത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേതൻ ഇന്ത്യയിൽ മാത്രമല്ല വേറെയും പല രാജ്യത്തും പല തരത്തിലുള്ള ട്രക്കുകളും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അത്യാവശ്യം റെഗുലറായിട്ട് ട്രക്ക് ചെയ്യുന്ന ഒരാളാണ്. അതേപോലെ തന്നെ ഇതിനെക്കുറിച്ച് നല്ല ധാരണ ഉള്ള ഒരാളാണ്. പിന്നെ ട്രക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അധികം റിസ്ക് എടുക്കുന്ന ഒരാളല്ല എന്നുള്ളത് ഫാമിലി മെമ്പേഴ്സിനെ നന്നായിട്ട് അറിയാം. അപ്പോൾ ഒരു ക്ലിഫിൻ്റെ അവിടെ പോയി ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആൾ നിലത്ത് വീണു എന്ന് പറയുന്നതിൽ എന്തൊക്കെയോ ഒരു ദുരൂഹതയുണ്ടെന്ന് മെയിൻലി ആളുടെ സിസ്റ്റർക്ക് തോന്നുകയാണ്. അങ്ങനെ ഇത് എന്താ പറയുക, ജസ്റ്റ് ഒരു ആക്സിഡൻ്റൽ ഡെത്ത് അല്ല, ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു രീതിയിൽ അവർ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുകയാണ്. പിന്നീട് പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ ഒരുപാടധികം കാര്യങ്ങൾ പുറത്തു വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുന്ന ഈ ഒരു കേസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. ഈ ഒരു കേതൻ്റെയും സിയയുടെയും കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ 2 പേരുടെയും ഫാമിലി കുറേ നാളുകളായിട്ട് പരസ്പരം അറിയുന്ന ആളുകളാണ്. ഏകദേശം 90s തുടങ്ങിയിട്ട് ഇവർ ഫാമിലി ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കേതൻ ഇങ്ങനെ കല്യാണം ആലോചിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞപ്പോഴാണ് തൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ വേറൊരു പെൺകുട്ടിക്ക് ഇതേപോലെ തന്നെ വിവാഹപ്രായമായിട്ടുണ്ട് എന്നുള്ളൊരു രീതിയിൽ ആ ഒരു വിവാഹാലോചന വരുന്നതും അതിനുശേഷം ഇവർ കല്യാണം ഉറപ്പിക്കുന്നതും. അതായത് 2026 ഫെബ്രുവരിയിലായിരുന്നു ഇവരുടെ എൻഗേജ്മെൻ്റ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നവംബർ മാസം ആർഭാടകരമായിട്ട് ഇവരുടെ കല്യാണം നടത്താമെന്നുള്ള തീരുമാനത്തിലായിരുന്നു 2 ഫാമിലിയും ഉണ്ടായിരുന്നത്. അതും ചെറിയ ആർഭാടൊന്നുമല്ല കേട്ടോ. അതായത് പൂനെയിൽ വെച്ച് കല്യാണം നടത്താതെ രാജസ്ഥാനിൽ ഒരു കൊട്ടാരത്തിൽ വെച്ച് ഇങ്ങേറ്റ് കല്യാണം നടത്താമെന്നുള്ളതായിരുന്നു അവരുടെ പ്ലാൻ. അതിൻ്റെ തന്നെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കൊട്ടാരത്തിൻ്റെ റെൻറ്റും പരിപാടിയൊക്കെ ആയിട്ട് ഏകദേശം 17 കോടി രൂപയായിരുന്നു അവരുടെ ബഡ്ജറ്റ്. പിന്നെ ഇവിടുന്ന് റിലേറ്റീവ്സിന് എല്ലാവർക്കും അങ്ങോട്ട് പോകണമല്ലോ, അതിന് വേണ്ടിയിട്ട് അവർ 2 ഫ്ലൈറ്റും ചാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം റിച്ച് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു ഇവർ. അതിൽ മെയിൻലി പറയാന്നുണ്ടെങ്കിൽ കേതൻ്റെ ഫാമിലി അവർ കൺസ്ട്രക്ഷൻ ബിസിനസ് ആയിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അതേപോലെ തന്നെ സിയയുടെ ഫാമിലി അത്ര മോശമൊന്നുമല്ല, ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മറ്റൊക്കെ ബിസിനസ് ആയിരുന്നു. എന്നാലും ഇവരുടെ അത്രയും റിച്ച് അല്ല അവർ. ഈ ഒരു കേതനാണെന്നുണ്ടെങ്കിൽ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം സിയയുടെ അടുത്ത് അത്രത്തോളം ഒരു സ്നേഹമായിരുന്നു. കാണുമ്പോഴൊക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റുകളും മറ്റും വാങ്ങിക്കൊടുക്കുക, ആ ഒരു പെൺകുട്ടി പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക, അങ്ങനെ വളരെ റൊമാൻറ്റിക് ആയിട്ട് തന്നെയായിരുന്നു ആൾ ബിഹേവ് ചെയ്യുന്നുണ്ടായിരുന്നത്. എന്നാൽ കേതൻ അറിയാത്തൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ ഒരു സിയയുടെ ഹൃദയം ആളുടെ അടുത്തല്ല എന്നുള്ളത്. അത് ഓൾറെഡി മറ്റൊരാൾക്ക് അവർ കൈമാറിയിട്ടുണ്ടായിരുന്നു. അതായത് സിയയുടെ ബ്രദറായിട്ടുള്ള സാഹിൽ ക്രിക്കറ്റൊക്കെ കളിക്കുമായിരുന്നു. അപ്പോൾ 2025 ഒരു കമ്മ്യൂണിറ്റി ക്രിക്കറ്റ് മാച്ചിൻ്റെ ഇടയിൽ ചേതൻ ചൗധരി എന്ന് പറയുന്ന ഒരു പയ്യനെ സിയ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. സാഹിലിന് അറിയാവുന്ന ഒരു പയ്യൻ തന്നെയായിരുന്നു. അങ്ങനെ അവർ ആ ഒരു പരിചയം പിന്നീട് എന്താ പറയുക ഒരു സൗഹൃദമായിട്ട് മാറുകയായിരുന്നു. ആ ഒരു സൗഹൃദം പിന്നീട് ഒരു പ്രണയമായിട്ട് മാറുകയായിരുന്നു. എന്നാൽ ഈ ഒരു പ്രണയത്തിൻ്റെ കാര്യവും മറ്റും ഈ സിയ വീട്ടിലൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവരുടെ ഉള്ളിൽ തന്നെ ആ ഒരു പ്രണയം വെക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കേതൻ അഗർവാളിൻ്റെയും സിയയുടെയും വിവാഹം ഉറപ്പിക്കുന്നത്. ആ ഒരു വിവാഹത്തിൻ്റെ സമയത്തും തനിക്ക് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നും അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കല്യാണത്തിന് താല്പര്യമില്ല എന്നുള്ളതൊന്നും തന്നെ സിയ ഫാമിലിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സിയയുടെയും സമ്മതത്തോട് കൂടിയിട്ടാണ് ഒരു വിവാഹവും കാര്യങ്ങളും ഉറപ്പിച്ചതെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അങ്ങനെ ആ ഒരു വിവാഹത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സിയക്കാണെന്നുണ്ടെങ്കിൽ ആകെപ്പാടെ ടെൻഷൻ ആവാനായിട്ട് തുടങ്ങി.
അതായത് ഒരിക്കലും ആ ഒരു എന്താ പറയുക കേതൻ അഗർവാളിനെ വിവാഹം കഴിക്കാനായിട്ട് അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഈ ഒരു ചേതൻ്റെ കൂടെ ജീവിക്കാനായിരുന്നു അവർക്ക് താല്പര്യം. എന്നാൽ അത് വീട്ടിൽ പറയാനും ഇത്രയും വലിയൊരു കല്യാണത്തിൻ്റെ എന്താ പറയുക ഒരുക്കങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ അത് എന്താ പറയുക മുടക്കാനുള്ള ഒരു ഇത് അവർക്ക് ഉണ്ടായിരുന്നില്ല. പോലീസ് സോഴ്സസ് പറയുന്നതിനനുസരിച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടുകാരുടെ അടുത്ത് പറയുന്നതിനെക്കാട്ടിലും എളുപ്പം കേതനെ കൊല്ലുന്നതാണ് എന്നുള്ള ഒരു രീതിയിലായിരുന്നു അവരുടെ പ്രതികരണം എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടുപേരുടെയും ഫാമിലി ബിസിനസ് ഫാമിലിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ താൻ ഈ ഒരു കല്യാണത്തിൽ നിന്ന് ബാക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തൻ്റെ ഫാമിലി അത് നല്ല രീതിയിൽ ബാധിക്കുമെന്നുള്ളൊരു ചിന്ത ഈ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അച്ഛൻ്റെ സുഹൃത്താണ് ഈ ഒരു കേതൻ്റെ അച്ഛൻ. സോ അവരുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിനെ തന്നെ അത് ബാധിക്കും. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കര പ്രശ്നമായിരിക്കും. അങ്ങനെ ഒരു പ്രശ്നത്തിലൂടെ തൻ്റെ ഫാമിലിയെ തള്ളിവിടാനായിട്ട് സിയക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിലെളുപ്പം ആളെ കൊല്ലുന്നതാണെന്നൊരു പ്ലാനിലോട്ടായിരുന്നു സിയ എത്തിയിട്ടുണ്ടായത്. അതുപോലെ തന്നെ പെട്ടെന്നെടുത്തൊരു തീരുമാനമൊന്നും ആയിരുന്നില്ല ആളെ കൊല്ലാന്നുള്ളത്. കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിട്ട് എടുത്തൊരു തീരുമാനമായിരുന്നു. അതേപോലെ തന്നെ ആദ്യത്തെ ഒരു അറ്റംപ്റ്റിലൊന്നും ഈ ഒരു കേതൻ അഗർവാൾ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം പിന്നെയും പ്ലാൻ ചെയ്ത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടായിരുന്നു അവർ ഈ ഒരു കേതൻ അഗർവാളിനെ കൊന്നിട്ടുണ്ടായത്. ഇനിയിപ്പോൾ ആ പ്ലാനും വർക്കായില്ല എന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നുള്ള പ്ലാൻ വരെ ഇവർ രണ്ടുപേരും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഇവർ ഈ ഒരു കോട്ടയിൽ പോകുന്നതിൻ്റെയും കുറേ നാൾ മുൻപ് മെയ് 31-ാം തീയതി ഈ ചേതൻ ചൗധരിയും അതേപോലെ തന്നെ സിയ ഗോയലും കൂടെയും ആ ഒരു ഫോർട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് അവരുടെ ഒരു റൊമാൻറ്റിക് ട്രിപ്പ് ആയിരുന്നില്ല, ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും തമ്മിലുള്ള. അവരന്ന് പോയത് എങ്ങനെയൊക്കെയാണ് അവിടെ സെക്യൂരിറ്റി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉള്ളത്, എവിടെയൊക്കെയാണ് CCTV ക്യാമറ ഉള്ളത്, എവിടെ നിന്നൊക്കെ തള്ളിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ആൾ വീണങ്ങേറ്റ് മരിക്കാനുള്ള സാധ്യതയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അന്നത്തെ ദിവസം ഇവർ രണ്ടുപേരും കൂടെയും അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതൊന്നും കൂടാതെ യൂട്യൂബിലും മറ്റുമൊക്കെ ആ ഒരു ഫോർട്ടിൻ്റെ വീഡിയോസും കാര്യങ്ങളും അതൊക്കെ ഇവർ കറക്റ്റായിട്ട് പഠിച്ചിട്ടും ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു ഇൻസിഡൻറ്റ് ഇതിൻ്റെ ഇടയിൽ ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലി ആയിരുന്നു. അപ്പോൾ ഇവരുടെ പ്രീ വെഡിങ് ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ബാലിയിൽ വെച്ചിട്ടായിരുന്നു. 4 പേരായിരുന്നു അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നത്, ഈ കപ്പിളും അതേപോലെ തന്നെ അവരുടെ കൂടെ 2 പേരും ഫോട്ടോഗ്രാഫറിൻ്റെ ടീം. അതിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ബുക്കിങ്ങും പരിപാടികളും എല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ നേരെ എയർപോർട്ടിലോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ സിയ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന്. അങ്ങനെ അവർ റെസ്റ്റോറൻറ്റിൽ കയറി. അതിനുശേഷം നോക്കുന്ന സമയത്ത് ഈ കേതൻ അഗർവാളിൻ്റെ പാസ്പോർട്ട് കാണാനില്ല. അപ്പോൾ കേതൻ അഗർവാൾ നേരെ വീട്ടിലോട്ട് വിളിച്ച് ചോദിക്കുകയാണ് പാസ്പോർട്ട് എവിടെയെന്നുള്ളത്. അപ്പോൾ ആളുടെ അമ്മ പറഞ്ഞു ഞാനാണ് അതിൻ്റെ ബാഗിലെടുത്ത് വെച്ചത്, അതെന്തായാലും മിസ്സായിട്ടൊന്നും ഉണ്ടാവില്ല, മര്യാദക്ക് നോക്കാനായിട്ട് പറഞ്ഞു. എന്നാൽ എത്രയൊക്കെ നോക്കിയിട്ടും പാസ്പോർട്ട് അന്ന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അതായത് ആളുടെ പാസ്പോർട്ട് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോഴ്സസ് പറയുന്നതനുസരിച്ചിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു CA ആണ് കേതൻ അഗർവാളിൻ്റെ പാസ്പോർട്ട് അടിച്ചു മാറ്റിയിട്ടുണ്ടായത്. അതിനുശേഷം അവർ ലേഡീസ് വാഷ്റൂമിൽ പോയിട്ട് ആ ഒരു പാസ്പോർട്ട് അവിടെ ഡിസ്പോസ് ചെയ്യായിരുന്നു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ബാലിക്ക് പോകാനായിട്ട് പറ്റില്ലല്ലോ. അങ്ങനെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് കയറി ആളുമായിട്ട് കുറച്ചുകൂടെ അടുത്തിടപഴകേണ്ടതായിട്ട് വരും. അത് ആളുടെ ബോയ് ഫ്രണ്ടായിട്ടുള്ള ഈ ഒരു ചേതൻ ചൗധരിയോട് ചെയ്യുന്നൊരു ചതിയായിരിക്കും. സോ അങ്ങോട്ട് പോകാനായിട്ട് അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഡയറക്റ്റായിട്ട് പറഞ്ഞു ഒഴിവാക്കാൻ അവരെ കൊണ്ട് പറ്റില്ല. അതിന് വേണ്ടിയിട്ട് അവർ കണ്ടുപിടിച്ചൊരു മാർഗ്ഗമായിരുന്നു നൈസായിട്ട് പാസ്പോർട്ട് അടിച്ചു മാറ്റിയിട്ട് അത് കളയാന്നുള്ളത്. ഇനിയും ഇങ്ങനെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുമെന്നുള്ളത് സിയക്ക് മനസ്സിലായി. അപ്പോൾ എത്രയും പെട്ടെന്ന് കേതനെ ഇല്ലാതാക്കാനായിട്ടുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്. അങ്ങനെ ജൂൺ 14-ാം തീയതി കേതനെയും കൊണ്ട് ഇവർ ആദ്യമായിട്ട് ആ ഒരു ലോഗഡ് ഫോർട്ടിലോട്ട് പോവുമായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം ഇതേപോലെ തന്നെ ആ ഒരു ക്ലിഫിൻ്റെ അവിടെയൊക്കെ എത്തി ആ ഒരു കേതൻ അവിടെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ സിയായി ആളെ പിടിച്ചിങ്ങനെ തള്ളുമായിരുന്നു. ആള് നിലത്ത് വീണു, എന്നാലും സൈഡിൽ എന്തോ പുല്ലുമലൊക്കെ പിടിച്ച് ആ ഒരു പെട്ടെന്നുണ്ടായ റിഫ്ലക്സസിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്ന് പിടിച്ച് എങ്ങനെയൊക്കെയോ ആൾ വലിഞ്ഞു കയറി വന്നു. നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ ഒരു പെൺകുട്ടി കരഞ്ഞു കയറി ആളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയായിരുന്നു അവിടെ ഒരു പാമ്പുണ്ടായിരുന്നു, പാമ്പ് നിന്നെ കൊത്താൻ വന്നപ്പോൾ ഞാൻ നിന്നെ തള്ളി മാറ്റിയതാണ്, നീ താഴത്തേക്ക് പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞ് ആ ഒരു പെൺകുട്ടി എന്താ പറയുക കെട്ടിപ്പിടിച്ച് കരഞ്ഞത് കണ്ടപ്പോൾ ഇയാളുടെ മനസ്സലിഞ്ഞു പോവാണ്. അതായത് തൻ്റെ ഭാവി വധു തന്നെ ഇത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടൊരു ചെയ്തൊരു പ്രവൃത്തിയായിട്ടായിരുന്നു ആളതിനെ കണ്ടത്. എന്നാൽ ആളെ തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയതാണ് എന്നുള്ളൊരു സംശയം ആൾക്ക് ആ ഒരു സമയത്ത് വലിയ രീതിയിൽ പോയില്ല. എന്നാലും ഈ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് കഴിഞ്ഞിട്ട് ആൾ വീട്ടിൽ പോയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടുകാർക്കും എന്തൊക്കെയോ ഒരു ഇത് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആളുടെ സിസ്റ്ററൊക്കെ പറയുന്നതിനനുസരിച്ചിട്ട് ആ പയ്യനും എന്തൊക്കെയോ ഒരു ഇത് തോന്നിയിട്ടുണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ സിയയുടെയും ചേതൻ ചൗധരിയുടെയും ആദ്യത്തെ അറ്റംപ്റ്റ് പാളി. രണ്ടാമത് ഈ സെയിം പ്ലാൻ തന്നെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് അവർ തീരുമാനിക്കുകയാണ്. എന്നാൽ ഇത്തവണ ഒരു ഫ്ലോ ഇല്ലാതെ ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് അവർ രണ്ടുപേരും തീർച്ചയാക്കി. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും ട്രക്ക് ചെയ്യാൻ പോയ 18-ാം തീയതിയുടെ തലേ ദിവസം ഇവർ രണ്ടുപേരും, അതായത് സിയയും അവളുടെ കാമുകനും കൂടെയും ഒരു കോഫി ഷോപ്പിൽ വെച്ച് മീറ്റ് ചെയ്യായിരുന്നു. എന്നിട്ട് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ ഡിസ്കസ് ചെയ്യായിരുന്നു. അപ്പോൾ
സിയെ ഒറ്റയ്ക്ക് പോകണ്ട, ചേതനും കൂടെ വരാമെന്നുള്ളൊരു തീരുമാനത്തിലോട്ടായിരുന്നു ഇവർ എത്തിയിട്ടുണ്ടായത്. എന്നാൽ ചേതൻ ഇവരുടെ പിന്നാലെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിനുവേണ്ടി കറക്റ്റായിട്ടുള്ള അലബേ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആളുടെ ഒരു പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആളുടെ സ്വന്തം ഫോൺ ആളുടെ ഡ്രൈ ഫ്രൂട്ടിൻ്റെ ഷോപ്പിൽ വെച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു എംപ്ലോയിയുടെ ഫോൺ എടുത്തിങ്ങായിട്ട് വരാം. എന്തായാലും ഫോൺ വേണമല്ലോ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു ഫോൺ എടുത്തിട്ട് വരാം. അതാകുമ്പോൾ പിന്നെ വലിയ സീൻ ഉണ്ടാവില്ല. ഫോണും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഷോപ്പിലായിരിക്കുമല്ലോ, വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പോലീസ് എന്തായാലും തങ്ങളുടെ അടുത്തോട്ട് വരില്ല എന്നുള്ളൊരു തോട്ടിലായിരുന്നു അത്തരത്തിലൊരു പ്ലാനിലോട്ട് ആളെത്തിയത്. എന്നാൽ CCTV വിഷ്വൽസും മറ്റൊക്കെ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചേതൻ ചൗധരി അവിടെ വന്നിട്ടുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമല്ലോ. അപ്പം അങ്ങനെ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അന്നത്തെ ദിവസം ആൾ ഇതേപോലെ തന്നെ ആ ഒരു ഹുഡിയും അതേപോലെ തന്നെ മാസ്കും ഒക്കെ ഇട്ടിങ്ങായിട്ട് വന്നിട്ടുണ്ടായത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് പോലീസുകാർ CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ ആ ഒരു വിഷ്വൽ കണ്ടപ്പോൾ എല്ലാവരും ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിങ്ങായിട്ട് ആ ഒരു ചൂടിൽ പോകുന്നു. ഇയാൾ മാത്രം ആ തണുപ്പത്തിടുന്ന ഡ്രസ്സ് ഇട്ടിട്ട് എന്താണ് ആ ഒരു ചൂട്ടത്തി ഒരു കോട്ട കയറിയത് എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ പുറത്തുനിന്ന് പിന്നീട് അന്വേഷിച്ച് പോയപ്പോഴാണ് ഈ ഒരു ചേതൻ ചൗധരിയുടെ അടുത്തോട്ട് പോലീസുകാർ എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ സിയെയും ചേതനും പ്ലാൻ ചെയ്ത 18-ാം തീയതിയായി. അപ്പോൾ അന്നത്തെ ദിവസം ഈ ഒരു കേതൻ അഗർവാൾ സിയെ കാണാൻ വരികയാണ്. ഇവർ രണ്ടുപേരും കൂടെ നേരെ ആ ഒരു ഫോർട്ടിൻ്റെ അവിടോട്ട് എത്തുകയാണ്. അതിനുശേഷം ഇവർ പതിയെ ആ ഒരു ഫോർട്ട് കയറാനായിട്ട് തുടങ്ങി. അന്നത്തെ ദിവസം വീട്ടിൽ ഞാൻ വീണ്ടും ആ ഫോർട്ടിലോട്ട് പോവാണെന്ന് പറഞ്ഞ സമയത്ത് ആളുടെ അമ്മക്കൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം നീ അവിടെ പോയിട്ട് വീഴാൻ പോയി, ഇനിയിപ്പോൾ അവിടേക്ക് തന്നെയാണോ നീ പോകുന്നത് എന്ന് ചോദിച്ച് ആകെ ചെറിയൊരു ഇതൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ സിയ തൻ്റെ ബർത്ത്ഡേ ആണ് പിറ്റേ ദിവസം, അപ്പോൾ നമുക്ക് വീണ്ടും അവിടെ പോയിട്ട് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു ആഗ്രഹമാണെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചിട്ടായിരുന്നു ആ ഒരു പയ്യനെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായത്. അങ്ങനെ വീട്ടുകാർ നീ പോകണോ എന്നുള്ള കാര്യം വീണ്ടും ചോദിച്ചിട്ടും എന്തായാലും അവൾ വിളിച്ചാണ്, ഞാൻ പോവാണ്ട് പറ്റില്ല എന്നുള്ള ആ ഒരു ഇതിലായിരുന്നു ആ പയ്യൻ നേരെ ആ ഒരു ഫോർട്ടിൻ്റെ അവിടോട്ട് പോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അത് തൻ്റെ മരണത്തിലോട്ടുള്ളൊരു വിളിയാണെന്നുള്ളത് ആ സമയത്ത് ആ പയ്യൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ രണ്ടുപേരും ആ ഒരു ഫോർട്ട് കയറുകയാണ്. ഏകദേശം ഒരു 350-400 അടിയിലുള്ള ആ ഒരു സ്പേസിലോട്ട് എത്തിയപ്പോൾ ഇവരുടെ പിന്നാലെ വന്നിരുന്ന ഈ ഒരു ചേതൻ ചൗധരിയും അതേപോലെ തന്നെ സിയ ഗോയലും കൂടെയും ആ ഒരു പയ്യനെ അങ്ങോട്ട് തള്ളിയിടായിരുന്നു. അത്രയും ഹൈറ്റിൽ നിന്ന് വീണ ആ ഒരു പയ്യനെ പിന്നീട് സർവൈവ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അതിനുശേഷം ചേതൻ ചൗധരി നേരെ തന്നെ താഴത്തോട്ട് ഇറങ്ങി വന്നു. സിയെ ആണെന്നുണ്ടെങ്കിൽ ഒച്ച ഉണ്ടാക്കി വൻ അഭിനയിച്ചു. അപ്പോഴത്തേനും ആൾക്കാരെ കൂടി അപ്പോൾ തൻ്റെ ഫിയാൻസ് ഇതേപോലെ തന്നെ താഴത്തോട്ട് വീണു, നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് രക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് കരഞ്ഞു മെഴുകായിരുന്നു. അപ്പോൾ ആളുകളൊക്കെ പെട്ടെന്ന് തന്നെ ആളെ രക്ഷിക്കാനായിട്ടൊക്കെ ഇറങ്ങി. അതേപോലെ തന്നെ പോലീസ് ടീമിനെ വിവരം അറിയിച്ചു. എന്നാലും അവർക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയത് ആ പയ്യൻ്റെ മൃതദേഹം മാത്രമായിരുന്നു. അതിനുശേഷം ഈ ഒരു കേതൻ അഗർവാളിൻ്റെ വീട്ടിലും സിയ ഗോയലിൻ്റെ വീട്ടിലൊക്കെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് അറിയാണ്. അങ്ങനെ എല്ലാവരും വല്ലാത്തൊരു സിറ്റുവേഷനിലോട്ട് എത്തുകയാണ്. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ കല്യാണമാണ്. അപ്പോൾ ആ ഒരു കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിലാണ് കല്യാണ ചെക്കൻ ഇങ്ങനെയുള്ളൊരു എന്താ പറയുക ദുരവസ്ഥ വന്നിട്ടുണ്ടായത്. പിന്നെ സിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ബർത്ത്ഡേയുടെ എന്ന് തന്നെ നീ എന്നെ വിട്ടുപോയില്ലേ, ഇനി എനിക്ക് ആരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ആളുകൾ അവർക്ക് അവരുടെ വിഷമത്തിൽ എന്താ പറയുക ഒത്തുചേരുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ നാടകങ്ങൾ വേറൊരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. എന്നാലും ഈ ഒരു പെൺകുട്ടിയുടെ പ്രവർത്തികളിലൊക്കെ എന്തൊക്കെയോ ഒരു മിസ്സിങ് ഉള്ളതായിട്ട് നമ്മളുടെ ഈ ഒരു കേതൻ അഗർവാളിൻ്റെ സിസ്റ്ററിന് തോന്നുകയാണ്. അങ്ങനെ അവരുടെ നിർബന്ധത്തിലാണ് ഈ ഒരു കേസ് എടുക്കുന്നതും അതേപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു CCTV വിഷ്വലിൽ നിന്നും ഇങ്ങനെ ഹുഡി ധരിച്ച ഒരാളെ കാണുന്നതും അതേപോലെ തന്നെ അതിൻ്റെ പിന്നാലൊക്കെ പോകുന്നതും. അപ്പോൾ ഈ ഒരു പെൺകുട്ടിയാണോ ഇതിൻ്റെ പിന്നിൽ നിന്നുള്ള സംശയം പോലീസിന് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പെൺകുട്ടി വേറെ ആരെങ്കിലുമായിട്ടും സംസാരിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ അവരുടെ ഫോൺ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോഴാണ് കഴിഞ്ഞ 6 മാസങ്ങളായിട്ട് ഒരു പെർട്ടിക്കുലർ നമ്പറിലോട്ട് ഏകദേശം 2000-ലേറെ തവണ ആ ഒരു പെൺകുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നതും 230-ലേറെ മണിക്കൂർ സംസാരിച്ചിട്ടുണ്ടായിരുന്നതുമായിട്ട് പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. പിന്നെ പോലീസുകാർ ഇവരെ കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് ഇവരുടെ ഫോണിലുണ്ടായിരുന്ന കംപ്ലീറ്റ് ഫോട്ടോസും അതേപോലെ തന്നെ ചാറ്റും കാര്യങ്ങളും എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഈ ഒരു CDR റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോള് വിളിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങളും അതേപോലെ തന്നെയുള്ള പരിപാടികൾ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമല്ലോ. അതിൽ നിന്നാണ് പോലീസ് ഇത് മനസ്സിലാക്കിയിട്ടുണ്ടായത്. അതേപോലെ തന്നെ പോലീസുകാർ നോക്കുമ്പോൾ ഈ ഒരു ചേതൻ ചൗധരിയുടെ ഫോൺ ആ സമയത്ത് ആ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പോലീസുകാർ വേറെ ഏതെങ്കിലും ഫോൺ ആ ഒരു ഏരിയയിൽ ആ സമയത്ത് ഉണ്ടോ എന്ന് നോക്കിയ സമയത്താണ് ഈ പറഞ്ഞ പോലെ തന്നെ ചേതൻ്റെ കമ്പനിയിലത്തെ ഒരു എംപ്ലോയിയുടെ ഫോൺ അവിടെ ഉണ്ടായിരുന്നതായിട്ട് മനസ്സിലാക്കുന്നത്. അതായത് ചോദ്യം ചെയ്യലിലാണ് പിന്നീട് ആ ഒരു ഫോണാണ് പുള്ളിക്കാരൻ ആ സമയത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ അതിനുശേഷം ആ ഒരു ഫോണും കൂടെ പോലീസുകാർ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. അതായത് തൻ്റെ ഡിജിറ്റൽ ഫുട് പ്രിൻറ്റ്സും മറ്റൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ചേതൻ ചൗധരി അത്തരത്തിലുള്ളൊരു അടിപൊളി ഐഡിയ പ്ലാൻ ചെയ്തിട്ടുണ്ടായത്. എന്നാൽ അതും ബാക്ക് ഫയർ ചെയ്യായിരുന്നു.
എന്തൊക്കെയാണെങ്കിലും ഇവരുടെ ഫോണിൽ നിന്നും ബാക്കിയുള്ള ചാറ്റുകളും കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്യാനുള്ള പരിപാടികളൊക്കെ ടീം നോക്കുന്നുണ്ട്, സൈബർ സെക്യൂരിറ്റി ടീമൊക്കെ നോക്കുന്നുണ്ട്. അതൊക്കെ റിക്കവറായി വന്ന് ഇവർക്കെതിരെയുള്ള എന്തെങ്കിലും തെളിവുകൾ ഡയറക്റ്റ് ആയിട്ടുള്ളത് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിലാണ് കുറേ കാര്യങ്ങളൊക്കെ മുന്നോട്ട്, ഈ ഒരു കേസിൻ്റെ കുറേ കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. ഇവരുടെ ഒരു അറസ്റ്റിന് ശേഷം ഈ കേസ് ഇന്ത്യ മുഴുവൻ ചർച്ചാ വിഷയമാവുകയാണ്. അതായത് 1ഉം 2ഉം കേസല്ല, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ ഒരുപാടധികം കേസുകൾ ഈ ഒരു പാറ്റേണിൽ തന്നെ കേൾക്കുകയാണ്. അതായത് കല്യാണം കഴിഞ്ഞ് ഹണിമൂണിൻ്റെ സമയത്ത് കൊല്ലുക, കല്യാണം ഉറപ്പിച്ച ചെക്കനെ കൊല്ലുക, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ ബോയ് ഫ്രണ്ടിനെ കൂടെ ജീവിക്കാനായിട്ട് ഹസ്ബൻഡിനെ കൊല്ലുക, അങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ പലരും ചെയ്യുന്നുണ്ട്. ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ വൈഫിനെ കൊല്ലുക. അതായത് ഇത്തരത്തിലുള്ള ബന്ധത്തിന് വേണ്ടിയിട്ട് ഇവർ ആ ഒരു ബന്ധം ഒഴിവാക്കാനല്ല നോക്കുന്നത്. അതായത് ആളെ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ആളുടെ കൂടെ പോകാനല്ല നോക്കുന്നത്. ഏറ്റവും ആദ്യം ഇങ്ങനെയുള്ള ആൾക്കാർ ചൂസ് ചെയ്യുന്നത് ഇവരെ കൊല്ലുക എന്നുള്ളതാണ്. അതെന്താണെന്നുള്ളത് എങ്ങനെ ലോജിക്ക് വെച്ച് ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും മനസ്സിലാക്കാൻ പോലും സാധിക്കില്ല. അതേപോലെ തന്നെ നമ്മൾ റിപ്പോർട്ടുകൾ പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേതൻ അഗർവാളിനെ ഈ ഒരു സിയക്ക് തീരെ ഇഷ്ടമായിരുന്നില്ല. അതിൻ്റെ കാരണമായിട്ട് അവർ പറഞ്ഞത് എന്തൊക്കെയാണെന്നറിയോ? ഈ കേതൻ അഗർവാൾ ഹെയർ പാച്ച് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ സംസാരിക്കുമ്പോൾ ചെറുതായിട്ട് സ്റ്റാമറിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കേതൻ അഗർവാളിൻ്റെ ഫാദർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ഇവരുടെ ഫാമിലിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്, ഇവരുടെ ഫാമിലിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ പയ്യൻ്റെ അടുത്ത് പിന്നെ സംസാരിച്ചിട്ടുണ്ടാവുന്ന സമയത്ത് ഈ പയ്യന് സംസാരിക്കാൻ എന്തെങ്കിലും ചെറിയ, അതായത് വൻ ബുദ്ധിമുട്ട് പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമല്ല. കാരണം അത്രയും വലിയൊരു ബിസിനസ് എംപയർ ആ ഒരു സമയത്ത് എന്താ പറയുക, ഈ ഒരു കേതൻ അഗർവാളിൻ്റെ അച്ഛൻ ആളായിരുന്നു ഏൽപ്പിക്കാനായിട്ട് നിന്നിരുന്നത്. ആ ഒരു സമയത്ത് അത്രയും അടിപൊളിയായിട്ട് തന്നെയായിരുന്നു ആ പയ്യൻ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നുണ്ടായിരുന്നത്. നാട്ടിൽ നിന്ന് ഡിഗ്രി ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പുറത്തൊക്കെ പോയിട്ടായിരുന്നു ആൾ മാസ്റ്റേഴ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രത്തോളം എക്സ്പോഷറൊക്കെ ഉണ്ടായിരുന്ന ഒരു പയ്യൻ തന്നെയായിരുന്നു. അതേപോലെ തന്നെ അത്ര ഭയങ്കര ബുദ്ധിമുട്ടൊന്നുള്ള ഒരാളായിരുന്നില്ല സംസാരിക്കാനായിട്ടൊന്നും. ഇവർ രണ്ടുപേരെയും കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം പിന്നെ ഈ ഒരു ചേതൻ ചൗധരിയുടെ ഫാമിലി മെമ്പേഴ്സ് പറയുന്നതിനനുസരിച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ സിഐയുടെ പ്ലാനാണ്. അതിൻ്റെ ഉള്ളിൽ നൈസായിട്ട് പോയിട്ട് ഈ ഒരു ചേതൻ ചൗധരി പെട്ടിട്ടുള്ളതാണ്. പിന്നെ തങ്ങളുടെ ഫാമിലി ഇത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരു ഫാമിലി അല്ലാത്തത് കാരണം എല്ലാം കൂടെ തങ്ങളുടെ മകൻ്റെ തലയിലോട്ട് വരാനുള്ള സാധ്യതയായിട്ടാണ് കാണുന്നതായിട്ടൊക്കെയാണ് അവർ പറയുന്നത്. യെസ്, സിയെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടന്നതെന്നുള്ളതൊക്കെ ആയിരുന്നു അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്. ഇനിയിപ്പോൾ സിയുടെ ആൾക്കാർ പറയുന്നതെന്നുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ്. പിന്നെ അതേപോലെ തന്നെ സിയുടെ ഫാമിലിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ മകൾ ഗിൽറ്റി ആണെന്നുണ്ടെങ്കിൽ ഏത് തരത്തിലാണോ ആ ഒരു പയ്യൻ മരിച്ചത്, അതായത് കേതൻ അഗർവാൾ മരിച്ചത്, അതേപോലെ തന്നെ തങ്ങളുടെ മകളെയും ചെയ്യണം എന്നുള്ളൊരു രീതിയിൽ അവരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആദ്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു കേസിനെ കുറിച്ചും കയറ്റി നോക്കുകയെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇതിൻ്റെ ഉള്ളിൽ സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് ഇല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതായത് ചേതൻ്റെ ഭാഗത്തു നിന്നുള്ള ടീം പറയുന്നതിനനുസരിച്ചിട്ട് നോക്കുകയെന്നുണ്ടെങ്കിൽ ഓക്കെ, അന്നത്തെ ദിവസം തങ്ങളുടെ മകൻ അവിടെ പോയിട്ടുണ്ടാവാം, എന്നാലും തങ്ങളുടെ മകൻ ഇത്തരത്തിലുള്ളൊരു ക്രൈം ചെയ്യുന്നത് ആരെങ്കിലും കണ്ടോ, അതിന് ഡയറക്റ്റ് ആയിട്ടുള്ള തെളിവുകളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളതാണ്. ശരിയാണ്, അവിടെ ആ ഒരു പയ്യൻ ചെന്നിങ്ങേറ്റ് ഒരു എന്താ പറയുക കേതൻ അഗർവാളിനെ ആക്രമിക്കുന്നതും തള്ളിയിടുന്നതായിട്ടൊന്നും ആരും കണ്ടിട്ടില്ല. ആകെ അവിടെ ഉണ്ടായിരുന്നത് സിയെയും ഇതേപോലെ തന്നെ ഈ മരിച്ച കേതൻ അഗർവാളുമാണ്. അതേപോലെ തന്നെ സിയുടെ ഭാഗത്തുനിന്നുള്ള അഡ്വക്കേറ്റ്സും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സി അത് ചെയ്തതാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള വല്ല തെളിവുകളോ കാര്യങ്ങളോ ഉണ്ടോ? ഈ ഒരു ചേതൻ ചൗധരി എന്ന് പറയുന്ന വ്യക്തി ഒരു ഫ്രണ്ട് ആണെങ്കിലോ ഇല്ലാന്നുണ്ടെങ്കിൽ ഇവരെന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ എന്താ പറയുക, ഇവർ രണ്ടുപേരും കൂടെ അങ്ങനെ ഒരു ക്രൈം ചെയ്താവാനുള്ള സാധ്യത ഉണ്ടോ? ആ ഒരു സ്ഥലത്ത് ഇതേപോലെ തന്നെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആൾ കാല് സ്ലിപ്പായി നിലത്ത് വീണതായിക്കൂടെ? ഡയറക്റ്റായിട്ട് ഇവരെ ഈ ഒരു ക്രൈമിലോട്ട് ലിങ്ക് ചെയ്യുന്ന ഡയറക്റ്റ് എവിഡൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിജിറ്റൽ എവിഡൻസ് എത്രത്തോളം സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ മേ ബി ഇവർക്ക് മെസ്സേജുകൾ കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്തിട്ട് ഇവർ രണ്ടുപേരും കൂടെയും പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഒരു മർഡർ എക്സിക്യൂട്ട് ചെയ്തത് എന്നുള്ളത് കോടതിയിൽ ഇവർക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് വ്യക്തമായിട്ടുള്ള ശിക്ഷയും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയുള്ളൂ. കുറേ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇവർ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സാണ്, അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ക്യാഷുള്ള വീട്ടിലത്തെ ആൾക്കാരാണ്, നല്ല കിടിലൻ അഡ്വക്കേറ്റ്സിനൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് വാദിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് അത്രത്തോളം ശിക്ഷ കിട്ടാനുള്ള ഒരു സാധ്യത ഈ ഒരു കേസിൽ നോക്കുമ്പോൾ അത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ തന്നെയാണ് കുറച്ച് റിപ്പോർട്ട്സിലും കാര്യങ്ങളിലൊക്കെ കാണുന്നത്. എന്നാൽ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേതൻ അഗർവാളിൻ്റെ ഫാമിലിയും അത്യാവശ്യം നല്ല ബിസിനസ് ഫാമിലിയാണ്. ഇവരെക്കാട്ടിലൊക്കെ വൻ റിച്ച് ആയിട്ടുള്ള ഫാമിലി തന്നെയാണ് അവരുടെ ഫാമിലിയും. അവർ ഇത് വെറുതെ വിടാനായിട്ടുള്ള യാതൊരു ഉദ്ദേശവും ഉണ്ടാവില്ല. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു കേസിൽ ഇനിയിപ്പോൾ ഭാവിയിൽ എന്തൊക്കെ വിധി വരും എന്നുള്ളത് നമ്മൾ നോക്കിയിരുന്ന് തന്നെ കാണേണ്ടതായിട്ട് വരും. സോ കോടതിയിൽ കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസസും കാര്യങ്ങളൊക്കെ പോലീസിന് സമർപ്പിക്കാനായിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവർ രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ഒരു കേസിലാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം അങ്ങനെയുള്ളൊരു എവിഡൻസ്, അതായത് ജസ്റ്റ് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് അല്ലാണ്ട് ഡയറക്റ്റ് എവിഡൻസും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ശ്രമകരമായിട്ടുള്ള പണി തന്നെയായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഇപ്പോൾ
ഒരാൾ ഇഷ്ടമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ഒരു ബന്ധവും കാര്യങ്ങളും അവസാനിപ്പിക്കുക എന്നുള്ളതല്ലാതെ അയാൾ അവസാനിപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു സൊല്യൂഷൻ അല്ലല്ലോ. അപ്പോൾ ഈ ഒരു സ്റ്റോറിയും കൂടെ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.